കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലക്കേസ് പ്രതി അമിത്തിന്റെ മൊഴിയുടെ വിശദാംശങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. വിജയകുമാറിനോടും ഭാര്യയോടുമുള്ള വ്യക്തിവൈരാഗ്യമാണ് കൊലപാതക കാരണമെന്നാണ് പ്രതിയുടെ മൊഴി. മൊബൈൽ ഫോൺ മോഷണ കേസിൽ ജയിലിലായതോടെ ഭാര്യ പിണങ്ങി നാട്ടിലേക്ക് പോയി. മോഷ്ടിച്ച തുക തിരികെ കൊടുക്കാം എന്ന് പറഞ്ഞിട്ടും വിജയകുമാർ കേസ് പിൻവലിക്കാൻ തയ്യാറായില്ലെന്നും പ്രതി മൊഴി നൽകി. ഷിനോജ് വിവരങ്ങളുമായി ചേരുന്നു. ഷിനോജ്, ഈ പ്രതിയുടെ മൊഴിയുടെ വിശദാംശങ്ങൾ മറ്റെന്തൊക്കെയാണ്, എന്ത് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൂടുതലായി പങ്കുവച്ചിട്ടുള്ളത്? മോത്തി, ഈ കൊലപാതകം നടത്തി 24 മണിക്കൂറിനുള്ളിൽ ഈ പ്രതിയെ പിടികൂടിയെങ്കിലും എന്താണ് ഈ കൊലപാതകത്തിന്റെ മോട്ടീവ് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത വന്നിട്ടില്ലായിരുന്നു. അത്തരത്തിലൊരു മൊഴിയാണ് ഇപ്പോൾ ഈ പ്രതിയായിട്ടുള്ള അമിത് പോലീസിന് നൽകിയിരിക്കുന്നത്. ഈ അമിത് പറയുന്നത് ഇത്തരത്തിൽ ഈ സെക്യൂരിറ്റി ആയിട്ട് ഈ കൊല്ലപ്പെട്ട വിജയകുമാറിന്റെ വീട്ടിൽ ജോലി ചെയ്ത് വന്നിരുന്ന അതേ സമയത്ത് തന്നെ തൻ്റെ ഭാര്യയും അവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 6-7 മാസത്തോളം അവർ അവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നിച്ചായിരുന്നു ഈ ജോലി ചെയ്ത് വന്നിരുന്നത്. എന്നാൽ ആ സമയത്താണ് ഇത്തരത്തിൽ ഈ വിജയകുമാറിൻ്റെ മൊബൈൽ ഫോൺ ഈ പ്രതിയായിട്ടുള്ള അമിത് മോഷ്ടിക്കുകയും അതിൽ നിന്ന് ഏകദേശം 2.5 ലക്ഷത്തോളം രൂപ പലതവണയായി ഗൂഗിൾ പേ വഴി തിരിമറി നടത്തുകയും ഒക്കെ തന്നെ തൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റുകയും ഒക്കെ തന്നെ ചെയ്തത്. ഇത് ഈ വിജയകുമാർ അറിയുകയും കേസ് കൊടുക്കുന്നു. തുടർന്ന് ഈ പ്രതിയായിട്ടുള്ള അമിത് ജയിലിലേക്കൊക്കെ തന്നെ പോകുന്നു. ഈ ജയിലിലേക്ക് പോയ സമയത്ത്, അതായത് ഈ അമിത് ജയിലിലേക്ക് പോകുന്ന സമയത്ത് ഈ ഭാര്യ ഗർഭിണിയായിരുന്നു. ഈ ജയിലിലായതോടെ, ഭർത്താവ് ജയിലിലായതോടെ ഈ ഭാര്യ അമിത്തിനോട് പിണങ്ങി തിരികെ നാട്ടിലേക്ക് പോകുന്നു. അങ്ങനെ ഈ ഗർഭിണിയായിരുന്ന സമയത്തൊന്നും തന്നെ തനിക്ക് ഭാര്യയുടെ ഒപ്പം നിൽക്കാൻ കഴിഞ്ഞില്ല. അത് ഈ കൊലപാതകത്തിൻ്റെ ഒന്നാമത്തെ മോട്ടീവാണ്. മറ്റൊന്ന്, ഈ ഗർഭം അലസിപ്പോയി. അതുമായി ബന്ധപ്പെട്ട് ആ സമയത്തൊക്കെ തന്നെ, ആശുപത്രി സമയത്തൊക്കെ തന്നെ തനിക്ക് ഭാര്യയോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു മാനസികമായ വൈരാഗ്യം ഈ പ്രതിക്കുണ്ടായിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങൾ ആണ് ഇപ്പോൾ പ്രതി മൊഴിയായിട്ട് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഈ മോഷ്ടിച്ച തുക ഏകദേശം 2.5 ലക്ഷത്തോളം രൂപ താൻ ഈ വിജയകുമാറിന് തിരികെ നൽകാൻ തയ്യാറായിരുന്നു. പക്ഷേ അത് വാങ്ങാൻ വിജയകുമാർ തയ്യാറായില്ല. കേസുമായി മുന്നോട്ട് പോകാനായിരുന്നു വിജയകുമാറിന്റെ തീരുമാനമെന്ന് പറയുന്നത്. അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ പ്രതിയായിട്ടുള്ള ഒരു 10ഓളം ഫോണുകളും മറ്റ് സിമ്മുകളും ഒക്കെ ഈ പ്രതിയുടെ കയ്യിൽ, അമിത് ഓറങ്ങിന്റെ കയ്യിൽ ഉണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നല്ലോ. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ പോലീസ് ഇതിനോടകം ചോദിച്ച് മനസ്സിലാക്കിയോ? മൊഴിയിൽ ഇക്കാര്യങ്ങൾ എന്തെങ്കിലും പരാമർശിക്കുന്നുണ്ടോ? മോഷണ ടെൻഡൻസി, അതായത് ഈ മൊബൈൽ ഫോണുകളൊക്കെ തന്നെ മോഷ്ടിക്കുന്ന ഒരു പതിവ് ശീലം ഈ അമിത്തിനുണ്ടായിരുന്നു. അത്തരത്തിൽ മോഷ്ടിച്ച മൊബൈൽ ഫോണുകളാണ് ഉണ്ടായിരുന്നത്. ആ മൊബൈൽ ഫോൺ മാത്രമല്ല, അതിനധികം ഈ സിമ്മുകളും ഈ പ്രതിയുടെ കയ്യിലുണ്ടായിരുന്നു. മാത്രമല്ല, ഈ പല വ്യാജ ആധാർ കാർഡൊക്കെ ഉപയോഗിച്ചായിരുന്നു ഇത്തരത്തിൽ സിമ്മുകളൊക്കെ തന്നെ എടുത്തിരുന്നത്. അതും പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അങ്ങനെ പല പുതിയ മൊബൈൽ ഫോണുകളിൽ പുതിയ സിമ്മുകൾ ഇട്ടുകൊണ്ട് അത്തരത്തിലാണ് ഈ പ്രതി ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. ആ രീതിയിൽ, അതായത് മൊബൈൽ ഫോൺ ഇടുക, പുതിയ മൊബൈൽ ഫോൺ മോഷ്ടിക്കുക, അതിൽ വേറെ സിം ഇടുക, അത്തരത്തിലുള്ള രീതിയിൽ ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു പ്രതിയാണ് ഈ അമിത് എന്ന് പറയുന്നത്. അത്തരത്തിൽ ഇങ്ങനെ 10ഓളം മൊബൈൽ ഫോണുകൾ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ അതിൽ ഒരു മൊബൈൽ ഫോൺ, അതായത് ഈ കൊല്ലപ്പെട്ട വിജയകുമാറിൻ്റെയും ഭാര്യ മീരയുടെയും ഒരു മൊബൈൽ ഫോൺ, ആകെ 3 മൊബൈൽ ഫോണാണ് അവർക്കുണ്ടായിരുന്നത്. അതിൽ CCTV ആക്സസ് ഉണ്ടായിരുന്ന 2 മൊബൈൽ ഫോണുകൾ CMS കോളേജിന് സമീപത്തുള്ള ഒരു തോട്ടിൽ ഈ പ്രതി ഉപേക്ഷിക്കുന്നു. പക്ഷേ മറ്റൊരു മൊബൈൽ ഫോൺ ഈ പ്രതി കയ്യിൽ കരുതുന്നു. അതായത് ഏതൊക്കെ മൊബൈൽ ഫോണിലാണ് CCTV ആക്സസ് ഉള്ളത് തുടങ്ങിയ കാര്യങ്ങൾ, അതായത് ഈ കുടുംബവുമായി വളരെ അടുത്ത ബന്ധം ഈ പ്രതിക്കുണ്ടായിരുന്നു. മറ്റ് 3 മൊബൈൽ ഫോണിൽ ഒരെണ്ണത്തിൽ ആക്സസ് ഇല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി ഈ പ്രതിക്ക് അറിയാമായിരുന്നു. പക്ഷേ ഈ പ്രതിയെ കുടുക്കിയതും ഇതേ മൊബൈൽ ഫോൺ തന്നെയാണ്. കാരണം ഈ മൊബൈൽ ഫോണിൽ നിന്ന് ഗൂഗിൾ അക്കൗണ്ട് ഓഫ് ചെയ്യാൻ അമിത്തിന് കഴിഞ്ഞില്ല. അതാണ് പ്രതിയെ ട്രാക്ക് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഈ പ്രതിയെ പിടികൂടുന്നതിലൊക്കെ തന്നെ പോലീസിന് വളരെ നിർണായകമായത്. എന്തായാലും അതോടൊപ്പം ഇൻസ്റ്റാഗ്രാമിൻ്റെ കാര്യം എടുത്തു പറയേണ്ട കാര്യമാണ്. ഈ ഇൻസ്റ്റാഗ്രാമിൽ എപ്പോഴും സമയം കണ്ട് ചെലവഴിക്കുന്ന ഒരു പ്രതിയാണ് ഈ പ്രതി എന്ന് പറയുന്നത്. അങ്ങനെ ഇൻസ്റ്റാഗ്രാമിലേക്ക് കയറുന്നതിനിടയിൽ പെരുമ്പാവൂരിൽ വെച്ച് സുഹൃത്തിൻ്റെ വൈഫൈ ഉപയോഗിച്ച് തൻ്റെ അക്കൗണ്ടിൽ ഇയാൾ ലോഗിൻ ചെയ്യുന്നു. ആ സമയത്തും അമിത്തിൻ്റെ സമൂഹമാധ്യമ അക്കൗണ്ടുകൾ സൈബർ പോലീസിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു. അതും പ്രതിയെ പിടികൂടുന്നതിൽ വളരെ നിർണായകമായി. എന്തായാലും ഉച്ചയോട് കൂടി പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. മോത്തി.